പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും ക്യാരിസ് വെഹിക്കിൾസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് സ്വരാജ് മാസ്റ്റർ ലിമിറ്റഡിൻ്റെ സാമ്രാട്ട് GS BS6 കാറ്റഗറിയിലുള്ള ഒരു ലോങ് ചേസ് ട്രക്കാണ്. ഇന്ന് ഈ വാഹനത്തിൻ്റെ വിശേഷമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ചുവട്ടിൽ കാണുന്ന ബെല്ലിലേക്ക് അനേബിൾ ചെയ്യണമെന്നും പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും അനേബിൾ ചെയ്താൽ ഞാൻ തുടർന്നും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാഹനമാണ് സ്വരാജ് മാസ്റ്റർ ലിമിറ്റഡിൻ്റെ സാമ്രാട്ട് GS BS6 കാറ്റഗറി ഡീസൽ എൻജിനോട് കൂടിയ ഒരു ലോങ് ചേസ് ട്രക്കാണ്. നമുക്ക് ഈ വാഹനത്തിൻ്റെ ബാക്കിയുള്ള പ്രത്യേകതകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഇതിൻ്റെ ചുവട്ടിൽ നമ്മൾ മുമ്പ് കണ്ട സ്വരാജ് മാസ്റ്റർ ലിമിറ്റഡിൻ്റെ സ്വരാജ് മാസ്റ്റർ വണ്ടിയെ കഴിഞ്ഞ് കുറേ കൂടി വ്യത്യാസപ്പെടുത്തിയിട്ടുള്ള ഒരു ക്രോസ് ബമ്പർ ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ക്രോസ് ബമ്പറിൻ്റെ നടുക്കായിട്ട് 2 ഹോണ് സജ്ജീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് വലതുവശത്തായിട്ട് റിക്കവറി ഹുക്കും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വ്യത്യസ്തമായ പവർ കൂടിയ ഹെഡ്ലൈറ്റും ഇതിൻ്റെ പ്രത്യേകതയാണ്. വ്യത്യസ്തമായിട്ടുള്ള ക്യാബിൻ ഡിസൈനാണ് ഇതിൻ്റെ പ്രത്യേകത. നല്ല പവർ കൂടിയ ഫൈബർ ഗ്രില്ല് ആണ് ഇതിനായിട്ട് സജ്ജീകരിച്ചിരിക്കുന്നത്. അതുപോലെ ക്യാബിനിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ തികച്ചും സൗകര്യമുള്ള ക്യാബിനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബ്രേക്ക് വരുന്നത് എയർ ബ്രേക്കാണ്. അതുപോലെ ഇതിൻ്റെ ക്ലച്ച് വരുന്ന സിംഗിൾ പ്ലേറ്റ് ഡയഫ്രം മോഡൽ ക്ലച്ചാണ്. അതുപോലെ ഇതിൻ്റെ ഗിയർ വരുന്നത് 5 ഫോർവേഡ് പ്ലസ് റിവേഴ്സ്ഡ് ടൈപ്പ് ഗിയറാണ് ഇതിൻ്റെ ഗിയർ സിസ്റ്റം വരുന്നത്. സിങ്ക്രോമെഷ് ടൈപ്പ് ഗിയർ സിസ്റ്റമാണ് ഇതിൻ്റെ ഗിയർ സിസ്റ്റം എന്ന് പറയുന്നത്. സിങ്ക്രോമെഷ് എന്ന് വെച്ചാൽ ഡ്രൈവർക്ക് അനായാസം ഗിയർ ചേഞ്ച് ചെയ്യാൻ കഴിയുന്ന ആ ഒരു ടെക്നോളജിയാണ് സിങ്ക്രോമെഷ് എന്ന് പറയുന്നത്. അതുപോലെ ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഇടതുവശത്തായിട്ട് ഹാൻഡ് ബ്രേക്ക് സെറ്റ് ചെയ്തിരിക്കുന്നു. ഡ്രൈവിംഗ് സീറ്റിൻ്റെയും പാസഞ്ചർ സീറ്റിൻ്റെയും ഇടയ്ക്കായിട്ട് ഫയർ എക്സ്റ്റിംഗ്വിഷറും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡ്രൈവർ +2 എന്ന കാറ്റഗറിയിലാണ് ഇതിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി ഒരുക്കിയിരിക്കുന്നത്. സീറ്റ് റെക്സിൻ ടൈപ്പ് സീറ്റാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതിൻ്റെ സൈഡിലായിട്ട് സീറ്റ് ബെൽറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്.
സ്റ്റിയറിംഗ് വരുന്നത് പവർ ടൈപ്പ് സ്റ്റിയറിംഗ് ആണ്. പവർ സ്റ്റിയറിംഗ് ടൈപ്പാണ് സ്റ്റിയറിംഗ് വരുന്നത്. അതുപോലെ ഇതിൻ്റെ കീ വരുന്നത് ഇതിലൊരു 2 കീ, ഇഗ്നിഷൻ കീയും അതുപോലെ ബ്ലൂ ടാങ്കിൻ്റെ കീയും ആണ് വരുന്നത്. തന്നെ ബ്ലൂ ടാങ്കിൻ്റെ കീ ആണ് ഇപ്പോൾ ഇത് കാണുന്നത്. അതുപോലെ ഇതിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഇടതുവശത്തായിട്ട് പവർ എയർ ടൈപ്പ് മോഡ് ഹാൻഡ് ബ്രേക്ക് ലിവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡാഷ്ബോർഡ് സിസ്റ്റം പറയുകയാണെങ്കിൽ വളരെയധികം ഗുണമേന്മയും ദൃശ്യഭംഗിയും അതുപോലെ ഉറപ്പും ഉള്ള ഡാഷ്ബോർഡ് സിസ്റ്റമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ എയർ പാസേജ് സഹിതം ആണ് ഡാഷ്ബോർഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വണ്ടിയുടെ ബുക്കും പേപ്പറും വയ്ക്കുവാനായിട്ടുള്ള കൂടുതൽ സൗകര്യം ചെയ്തിരിക്കുന്നു. അതുപോലെ ഇതിനകത്ത് ഫസ്റ്റ് എയ്ഡ് കിറ്റും ഇതിനകത്ത് വെച്ചിട്ടുണ്ട്, ഡാഷ്ബോർഡിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ ഫ്യൂസ് സർക്യൂട്ട് സിസ്റ്റം, ഇലക്ട്രിക് സർക്യൂട്ട് സിസ്റ്റം ഡാഷ്ബോർഡ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ മ്യൂസിക് സിസ്റ്റം വയ്ക്കുവാനായിട്ടുള്ള പ്രൊവിഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. AC വയ്ക്കാനായിട്ടുള്ള പ്രൊവിഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. USB കണക്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സൺഷെയ്ഡ് സിസ്റ്റം നമുക്ക് കാണാം. തികച്ചും ഉറപ്പുള്ള സൺഷെയ്ഡ് സിസ്റ്റമാണ് സാമ്രാട്ട് 65 എന്ന വാഹനത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. 2 സൺഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. സഹയാത്രികരുടെ സീറ്റിൻ്റെ അവിടെ ഒരു സൺഷെയ്ഡും ഡ്രൈവിംഗ് സീറ്റിൻ്റെ അവിടെ ഒരു സൺഷെയ്ഡും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡോറ് തുറക്കുമ്പോഴുള്ള സിഗ്നൽ ലൈറ്റ് സെറ്റ് ചെയ്തിരിക്കും. ഇൻ്റർ ലൈറ്റും ഇവിടെ സെറ്റ് ചെയ്തിരിക്കും. ഇൻ്റർ മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ദീർഘദൃശ്യത പ്രദാനം ചെയ്യുന്ന റിയർ മിററും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇരുവശങ്ങളിലായിട്ടും നല്ല ഗുണനിലവാരമുള്ളതും ദീർഘദൃശ്യത പ്രദാനം ചെയ്യുന്നതുമായിട്ടുള്ള റിയർ മിററുകളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ എയർ ഫിൽറ്ററിനെ കുറിച്ചാണ് പറയുന്നത്. എയർ ഫിൽറ്റർ വളരെ ഗുണമേന്മയുള്ള എയർ ഫിൽറ്ററാണ്. നമുക്ക് അതായത് ഉപഭോക്താവിന് തന്നെ അനായാസം സ്വയം അഴിച്ച് തന്നെ ക്ലീൻ ചെയ്യാൻ കഴിയുന്ന എയർ ഫിൽറ്ററാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ എയർ ഇൻടേക്ക് ഫെസിലിറ്റിയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതിൻ്റെ കൂടെ തന്നെ ഘടിപ്പിച്ചിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ ഡീസൽ ടാങ്കിൻ്റെ കാര്യമാണ് ഇനി അടുത്ത് പറയാനായിട്ട് പോകുന്നത്. ഡീസൽ ടാങ്ക് 90 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഡീസൽ ടാങ്കാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ബ്ലൂ ടാങ്കും സെറ്റ് ചെയ്തിരിക്കുന്നത് 90 ലിറ്റർ ഡീസൽ കൊള്ളുന്ന മെയിൻ ടാങ്കും 20 ലിറ്റർ ഡീസൽ കൊള്ളുന്ന ബ്ലൂ ടാങ്കും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ബോഡിയുടെ നീളം വരുന്നത് 10 അടിയാണ്. ബോഡിയുടെ വീതി വരുന്നത് 6.9 അടി ആണ് വരുന്നത്. ഇതിൻ്റെ ക്രോസ് ബമ്പർ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിൻ്റെ തൊട്ട് അടുത്തായിട്ട് തന്നെ അതിനോട് തൊട്ട് ചേർന്ന് തന്നെ ഇതിൻ്റെ ബ്ലോക്കറും സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 ഭാഗത്തായിട്ട് ഓരോ ബ്ലോക്കർ വീതം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗുണമേന്മയുള്ള ബ്രേക്ക് ഇൻഡിക്കേറ്റർ, സൈഡ് ഇൻഡിക്കേറ്റർ, ബ്രേക്ക്, പാർക്ക് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗുണമേന്മയുള്ള ബാറ്ററിയും സെറ്റ് ചെയ്തിട്ടുണ്ട്.
ഇതിൻ്റെ എൻജിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ 85 കിലോ വാട്ട് 85 കിലോ വാട്ട് കപ്പാസിറ്റിയുള്ള എൻജിനാണ്. 4 സിലിണ്ടർ ലൈൻ കോമൺ റൈറ്റ് ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ഡീസൽ ടർബോ ചാർജ് വിത്ത് ഇൻ്റർകൂളർ ടെക്നോളജിയോട് കൂടിയ 85 കിലോ വാട്ട് പവറുള്ള BS6 ഡീസൽ എൻജിനാണ് സ്വരാജ് മാസ്റ്റയിൽ സ്വരാജിൻ്റെ സാമ്രാട്ട് 65-ൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ കരുത്തും കൂടുതൽ മൈലേജും ഗുണഭോക്താവിന് പ്രദാനം ചെയ്യുന്നു. അതുപോലെ നല്ല ഗുണമേന്മയുള്ള ബോഷിൻ്റെ ഡീസൽ ഫിൽറ്ററും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടയറിൻ്റെ സൈസാണ് ഇനി ഇത് പറയാനായിട്ട് പോകുന്നത്. ടയറിൻ്റെ സൈസ് 8.25 16 PR വരുന്ന ടയറുകളാണ് സ്വരാജ് മാസ്റ്റർ ലിമിറ്റഡിൻ്റെ സാമ്രാട്ട് 65-ൽ ഉപയോഗിച്ചിരിക്കുന്നത്. തികച്ചും ഗുണമേന്മയുള്ള ദീർഘദൂരം പ്രദാനം ചെയ്യുന്ന ടയറുകൾ തന്നെയാണ് SMLൻ്റെ സാമ്രാട്ട് 65 ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ബോഡിയുടെ പ്രത്യേകത പറഞ്ഞാൽ 3 ഭാഗവും തുറക്കാനായിട്ട് പറ്റുന്ന സജ്ജീകരണത്തോടു കൂടി തന്നെയാണ് ഇതിൻ്റെ ബോഡി ഒരുക്കിയിരിക്കുന്നത്. ഗുണഭോക്താവിന് ബോഡിയുടെ എല്ലാ ഭാഗവും തുറക്കാനായിട്ടുള്ള ലോക്കിംഗ് സജ്ജീകരണമാണ് സാമ്രാട്ട് 65 ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ ബോഡിയുടെ വശങ്ങളിൽ താഴെയായിട്ട് ഇൻഡിക്കേറ്ററും സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാബിനും ഇരുവശങ്ങളിലായിട്ട് ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈലൻസറിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സൈലൻസർ തികച്ചും പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള സൈലൻസർ സിസ്റ്റമാണ്. മലിനീകരണം വളരെയധികം കുറച്ചുകൊണ്ടുള്ള സൈലൻസർ സിസ്റ്റമാണ് സാമ്രാട്ട് 65 ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തികച്ചും ഗുണനിലവാരമുള്ള ലീഫ് സസ്പെൻഷനോട് കൂടിയ സസ്പെൻഷൻ സിസ്റ്റമാണ് സ്വരാജ് മാസ്റ്ററിൽ ഒരുക്കിയിരിക്കുന്നത്. സെമി എലിപ്റ്റിക്കൽ വിത്ത് മൾട്ടി ലീഫ് സ്പ്രിംഗ് ആണ്. ആ ഒരു സിസ്റ്റത്തോടു കൂടിയാണ് സാമ്രാട്ട് 65-ലെ സസ്പെൻഷൻ സിസ്റ്റം ഒരുക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഈ സാമ്രാജ് 65-ൻ്റെ ഈ സെക്ഷൻ വണ്ടിയിൽ ഇതിൻ്റെ എയർ ടാങ്ക് വരുന്നത് ഏറ്റവും പുറകിലാണ്. ഇതിൻ്റെ എയർ ടാങ്ക് വരുന്നത് ഈ വശങ്ങളിൽ നിങ്ങൾക്ക് ആ സസ്പെൻഷൻ നിങ്ങൾക്ക് സെമി എലിപ്റ്റിക്കൽ ടൈപ്പ് സസ്പെൻഷൻ ഇവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഇളം പച്ച നിറത്തോടു കൂടിയുള്ള സസ്പെൻഷൻ സിസ്റ്റം, അതിൻ്റെ ആ ഷോക്ക് അബ്സർ സിസ്റ്റം നിങ്ങൾക്ക് കാണാവുന്നതാണ്.
അടുത്ത ഈ വാഹനത്തിൻ്റെ ഗ്രോസ് വെയിറ്റ് ആണ് പറയാണ്ട് പോകുന്നത്. 11,120 കിലോയാണ് ഇതിൻ്റെ ഗ്രോസ് വെയിറ്റ് വരുന്നത്. ഇതിൻ്റെ വില നിലവാരവും കൂടെ പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇതിൻ്റെ വില നിലവാരം വരുന്നത് 17,43,000 രൂപ മുതലാണ് ഇതിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരെ നന്ദി, നമസ്കാരം. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.